കൊച്ചിയിൽ മെട്രോ നിർമ്മാണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലയിടത്തും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയോടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറയുന്നത്. ചേരാനെല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകിയെന്ന് കളക്ടർ പറയുന്നു. പ്രശ്നങ്ങൾ അറിയിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങുമെന്ന് കൂടി കളക്ടർ അറിയിക്കുകയാണ്. എന്താണ് ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥ? മുബഷീർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കൊച്ചിയിലെ പാലാരിവട്ടം, തമ്മനം, കലൂർ ഉൾപ്പെടെ ഏകദേശം 1000-ലധികം ജനങ്ങളെ ബാധിക്കുന്ന ഒരു കുടിവെള്ള പ്രശ്നമായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ സംഭവിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പാലാരിവട്ടത്തിനോട് ചേർന്ന ഭാഗത്ത് വെച്ചായിരുന്നു മെട്രോ ലൈനിന്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഈ ഭാഗത്തുകൂടി കടന്നു പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുന്നത്. വലിയ രീതിയിൽ ഇവിടെ ജലം പാഴാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്നായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ ഈ വിവരം അറിയിക്കുന്നത്. ജനപ്രതിനിധികൾ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള നിലവിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം ഇടപെടുന്നു. ജില്ലാ കളക്ടറായുള്ള ജി പ്രിയങ്ക ഈ ഒരു മേഖലയിലേക്ക് എത്തി വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷമായിരുന്നു അവർ ഇവിടെ നിന്നും പിരിഞ്ഞിരുന്നത്. പിന്നീട് ഇന്ന് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ആ യോഗത്തിലെടുത്ത തീരുമാനം ഇത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കും. ജലവിതരണം തടസ്സപ്പെട്ട മേഖലകളിലേക്ക് വലിയ ജല ടാങ്കറുകളിലേക്ക് വെള്ളം എത്തിക്കുന്നുള്ളതായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ വിവിധയിടങ്ങളിലേക്ക് ഇപ്പോഴും ജലം എത്തിക്കുന്നതിൽ അത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധയിടങ്ങളിലേക്ക് വലിയ ടാങ്കറുകൾ കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ ഒരു മേഖലകളിലേക്ക് ചെറിയ വാഹനങ്ങളിലേക്ക് അത് മാറ്റി വെള്ളം എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഇന്ന് ഒരു 6 ഡിവിഷനും പിന്നെ ചേരനൂർ പഞ്ചായത്തിന് വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. അതേമാതിരി പൊട്ടി ഒരു ലീക്ക് ഉണ്ടല്ലോ, അത് ഒരു വൈകുന്നേരത്തേക്ക് റിപ്പയർ ആക്കാനുള്ള എല്ലാ ശ്രമവും എടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി വീഴ്ച സംഭവിക്കരുത്, കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പിഴവുകളൊന്നും തന്നെ സംഭവിക്കാതെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചാൽ അത് ഈ നിർമ്മാണ പ്രവൃത്തി തന്നെ നിർത്തിവെക്കുന്നതിലേക്ക് മാറുമെന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കാനുള്ള അറ്റകുറ്റപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തന്നെ ഒരു മേഖലയിലെത്തി ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. അതേസമയം സമാന്തരമായ ഒരു ഭാഗത്തെ ജലവിതരണം നടക്കുന്നുമുണ്ട്. അത് കൃത്യമായിട്ട് പൂർത്തിയായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിൽ കടക്കുമെന്നുള്ളതാണ് ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ. ഏതായാലും രാത്രിയോടെ പ്രശ്നത്തിന് പരിഹാരമാകും. അതുവരെ കുടിവെള്ള ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുമെന്നാണ് ജില്ലാ കളക്ടർ നൽകുന്ന ഉറപ്പ്. അതിപ്പോൾ പലയിടത്തും നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ബുദ്ധിമുട്ടുള്ളവർ ഉടൻ തന്നെ കളക്ടറേറ്റിൽ വിവരം അറിയിച്ചാൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേള.